ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചേർത്തല പൂരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ എല്ലാവർക്കും ചേർത്തല പൂരം കാണാൻ കേട്ടോ. ഞങ്ങളിന്ന് ചേർത്തല പൂരം കാണാനായിട്ട് പോവുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. ആ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും കൂടി ഇട്ടേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ ചേർത്തല അമ്പലത്തിൽ വന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടിലെ ഒരു ഉത്സവമാണ് ചേർത്തല പൂരം എന്ന് പറയുന്നത്. കൊടിയൊക്കെ കയറിയിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് ലാസ്റ്റ് ദിവസമേ പോകാൻ സാധിച്ചുള്ളൂ കേട്ടോ. എന്തായാലും ലാസ്റ്റ് ദിവസമാണെങ്കിലും പോകാൻ സാധിച്ചല്ലോ, അതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ കൊടിയൊക്കെ കയറി കിടക്കുന്നു. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് മൊത്തം അലങ്കരിച്ച് അടിപൊളിയാണ് കാണാനായിട്ട്. മൊത്തത്തിൽ അങ്ങ് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു രൂപമൊക്കെ കണ്ടില്ലേ, അതെന്താണെന്നറിയാവോ? ഈ അമ്പലത്തിലെ അന്നം എന്ന് പറയും. ഒരു കോഴീനെ വഴിപാടായിട്ട് കൊടുക്കുന്ന ഒരു വഴിപാടുണ്ട് കേട്ടോ നമ്മുടെ ചേർത്തല അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇനി വരുന്ന മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, അതുകൊണ്ടുള്ള പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോയും കാണണം. പിന്നെ എനിക്ക് അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തൊന്നുമില്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ കാണുന്ന ഗേറ്റിൽ നിന്നാണ് നമ്മുടെ പൂരം തുള്ളി വരുന്നത്. പടയണി, പൂരം തുള്ളൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ ചേട്ടന്മാർ കിടന്ന് തുള്ളി ആർത്തുലച്ച്, അയ്യോ എന്ത് രസമാണെന്നറിയാവോ കാണാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ വലിയ ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ സൂര്യനങ്ങ് അസ്തമിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അത്യാവശ്യം ജനങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ആൾക്കൂട്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൂരം തുള്ളി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രൂപങ്ങളിൽ വേറെ ഓരോ കരയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിൽ അങ്ങനെ 2 കരയിൽ നിന്നാണ് ഇങ്ങനെ പൂരം തുള്ളി വരുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇത് കോഴിയുടെ രൂപം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അന്നമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് പടയണി തുള്ളും. പടയണി തുള്ളലെന്ന് പറഞ്ഞ അമ്മാതിരി പടയണി തുള്ളലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടു നിൽക്കാനായിട്ട്. ചേട്ടന്മാരും ഒക്കെ കിടന്ന് ഭയങ്കര തുള്ളലായിരുന്നു. നല്ല കൊച്ചാമ്പിള്ളാരില്ലേ, ചെറുപ്പക്കാർ, അവരിങ്ങനെ പത്തലോ എന്തോ ഇലയൊക്കെ കൈ പിടിച്ചുകൊണ്ട് തുള്ളുന്നു. ഇങ്ങനെ ആന എഴുന്നള്ളത്ത് നിന്ന് ഇങ്ങനെ വരത്തില്ലേ, അതിന് പകരമായിട്ട് ഇതുപോലെ കോഴിയുടെ രൂപങ്ങൾ ഭയങ്കര ഹൈറ്റിലുണ്ടാക്കി ഇതുപോലെ കൊണ്ടുവരികയാണ്. ദേവിയുടെ നടയിലോട്ട് കൊണ്ടുവന്ന് അവിടെ നിന്ന് നടയുടെ ഫ്രണ്ടിൽ നിന്ന് തുള്ളും. അതൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഒരു പോസിറ്റീവ് വൈബാണ് നമുക്കിത് കാണുമ്പോൾ. കണ്ടോ നല്ല ഭംഗിയില്ല, ഇങ്ങനെ നിരന്ന് അതിങ്ങനെ നിൽക്കുകയാണ്. പടയണി തുള്ളലെന്ന് പറഞ്ഞാൽ അടിപൊളി പടയണി തുള്ളലായിരുന്നു. ചെണ്ടമേളവും എന്താ പറയേണ്ടത്, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് കണ്ട് തന്നെ നമ്മൾ നിന്ന് പോകും. എൻ്റെ സത്യം പറഞ്ഞാൽ കുറേ നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. അതിന് ശേഷം ഞാൻ വീഡിയോ മാറ്റിയിട്ട് കണ്ടുകൊണ്ട് തന്നെ നിന്ന് കേട്ടോ. കണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് പ്രത്യേക നമ്മളും അതിൻ്റെ ആ താളത്തിനനുസരിച്ച് തുള്ളാൻ തോന്നും. അത്ര രസമാണ് കേട്ടോ കണ്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കോഴിയുടെ രൂപം പോലെ ഉണ്ടാക്കി ഇങ്ങനെ നമ്മുടെ ദേവിയുടെ നടയുടെ അങ്ങോട്ട് വരികയാണ്. തുള്ളൽ 2 ദിവസം എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു തുള്ളൽ, എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ ചന്ദ്രനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് പടയണി തുള്ളൽ കാണാനായിട്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുത്തു. പടക്കം എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെടിക്കെട്ടുണ്ട്. അപ്പോൾ ദേവിയുടെ നടയിലോട്ട് നമ്മുടെ ആ രൂപം വരികയാണ് കേട്ടോ. ദേവിയുടെ നടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബാണ്. അതിൻ്റെ ഞാൻ വോയിസ് ഓവർ ചെയ്യാതെ എന്തായാലും ഇവിടെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് ആ ഒരു കേൾക്കുന്നതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. എത്രത്തോളം ഈ പൂരം തുള്ളലിനെ കുറിച്ച് വിശദീകരിക്കുന്നതിൽ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പോലെ ഇങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, തെറിപ്പാട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇവിടെയുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. കോടതി നിയമം അനുസരിച്ച് ഈ പ്രാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കണ്ണൻകൂട്ടൻ അപ്പൂപ്പൻ്റെ അച്ഛൻ കയറി വിശദീകരിച്ച് കണ്ടങ്ങ് നിന്നു. കുറേ അങ്ങ് നിന്നു. എനിക്ക്
ആ ഒരു താളത്തിനനുസരിച്ച് എനിക്കും തുള്ളാനായിട്ട് തോന്നിയെന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായൊരു കാഴ്ചയാണ്. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന ആളുകളെ മിസ് ചെയ്യാറില്ല കേട്ടോ. ചേർത്തല പൂരം എല്ലാ കൊല്ലവും കാണാനായിട്ട് ഞാൻ വരും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി പൂരം കാണണം. അപ്പോൾ എല്ലാവരും പൂരം കണ്ടല്ലോ. എനിക്ക് കോപ്പിറൈറ്റ് വരുമോ എന്നൊരു ടെൻഷനുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ നമ്മുടെ സബ്സ്ക്രൈബർ തുള്ളുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കോപ്പിറൈറ്റ് വന്നാലും സാരമില്ല, എല്ലാവരും കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചോട്ടെ. അത്ര ഞാൻ പറയുന്നത് കൊണ്ട് അവിടെ ഒരു കാര്യമില്ല, കാണണം അല്ലേ, കാണണം. ആ ഒക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വെടിക്കെട്ട് മുഴുവനും കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, സൗണ്ട് എഫക്റ്റ്. അപ്പോൾ അവരവിടെ പാട്ടിട്ടു, എന്തോ ഗാനമേള എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എന്തോ പാട്ടിട്ടു. പിന്നെ പറയാൻ പറ്റത്തില്ല, അതിപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് വെടിക്കെട്ട് കാണിച്ചിട്ട് ബാക്കി എൻ്റെ വോയിസ് ഓവർ ചെയ്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം വെടിക്കെട്ട് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, അത്യാവശ്യം കൂടുതൽ വെടിക്കെട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വെടിക്കെട്ടില്ലായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത്രയും വേണ്ടി. ഞങ്ങൾ അവിടെ എല്ലാവരോടും ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ ഫാമിലി അത്യാവശ്യം എല്ലാവരും അവിടെ നിന്നാണ്. രാജേഷിൻ്റെ ഫാമിലിയിലെ ഒട്ടേറെ ആളുകൾ നിന്ന സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഇല്ലായിരുന്നു വെടിക്കെട്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഇനി ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് വെടിക്കെട്ടായിരുന്നു, നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനു മുമ്പ് അമ്പലങ്ങളിലെല്ലാം ഉത്സവ സമയത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ ലേറ്റ് ആവുകയും
അല്ലെങ്കിൽ അതൊന്നൊരു ഇതായിട്ട് നിന്ന് കാണാനുള്ളൊരിത് പറ്റിയിട്ടില്ല. പക്ഷേ ഇത് നല്ല ജനങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആ വെടിക്കെട്ട് മുഴുവൻ നിന്ന് ആസ്വദിച്ച് കാണാൻ പറ്റി കേട്ടോ. പിന്നെ കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്താണെന്നറിയത്തില്ല, മൊത്തത്തിലൊരു മടുപ്പാണ്. വീഡിയോസ് ഇടുന്നതൊക്കെ ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ തിരക്കാണ്. നമ്മുടെ പൊന്നുകുട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് ഒക്കെയാണ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആകുന്നത് കേട്ടോ ഇടാനായിട്ട്. എന്തായാലും സൺഡേ ആയിരുന്നു നമ്മുടെ പൂരം. അതിൻ്റെ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഉടനെ തന്നെ ഇടണമെന്നായിരുന്നു. അതെന്തായാലും സാധിച്ചു. അപ്പം നല്ല അടിപൊളി ഒരു ചേർത്തല പൂരമായിരുന്നു ഈ പ്രാവശ്യത്തത്. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. വെടിക്കെട്ട് കണ്ടോ, എത്ര നേരമായിരുന്നു വെടിക്കെട്ട്. പല വർണ്ണങ്ങളിൽ തരത്തിലുള്ള വെടിക്കെട്ടുകളൊക്കെ ആയി. കുറച്ചു നേരം വെടിക്കെട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പിരിഞ്ഞത് കേട്ടോ. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ മാല പോലെ ലാസ്റ്റ് കാണുന്ന ഒരു സീനാണ് കേട്ടോ ഇത്. ഇങ്ങനെ പൊട്ടി വന്നിട്ട് ഇങ്ങനെ മാല പോലെ ഇങ്ങനെ താഴോട്ട് വീഴുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊടയാണെന്ന് തോന്നുന്നു, മാലയല്ല, കൊട പോലെ ഇങ്ങനെ താഴോട്ട് വീഴുന്നു. അതിങ്ങനെ മരത്തിൽ വന്ന് വീഴുമ്പോഴത്തേക്കും എലികൾവ് ഇന്ന പോലെ കിടന്ന് തെളിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ആന, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആനയെ കാണാനായിട്ട്. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആനയെ. കുറേ നേരം നിന്ന് കണ്ടു. ഇത് ദേവിയുടെ അമ്പലമായതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു പെണ്ണാനയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ നേരം നിന്ന് കണ്ടു. അതിനുശേഷം ആനേനെ അങ്ങ് കൊണ്ടുപോയി കേട്ടോ. നെറ്റിപ്പട്ടമൊക്കെ വെച്ച് ആനയെ കൊണ്ടുപോയി. ദേവി ആറാട്ടിന് പോവുകയാണ്, കുളത്തിലോട്ട് പോവുകയാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ദിവസവും ആറാട്ടുണ്ട്. എനിക്കൊന്ന് ചോറ്റാനിക്കര അമ്പലത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. ദിവസവും ആറാട്ടാണ് കേട്ടോ. അവിടുത്തെ പ്രധാന പരിപാടി ദിവസവും ആറാട്ടാണ്. എനിക്ക് ഇതുവരെ ആറാട്ടിന് പോകാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം അതിന് പോകും, ആറാട്ട് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അത്രയുള്ള വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കൊക്കെ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. ഒരുപാട് ഫ്രണ്ട്സ് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.